നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊട്ടിൽ കെട്ടണം. നിന്റെ ലീവിന്റെ കാര്യം ഓഫീസിൽ പറഞ്ഞല്ലേ? എനിക്കിനി ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ മാസം അത് എത്രാമത്തെ വഴിപാടാ? ഈ പൂജയും വഴിപാടൊക്കെ ഞാൻ ചെയ്തതേ എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ വീട്ടിലെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ടാ. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ലക്ഷങ്ങൾ മുടക്കിയതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി ദൈവം കനിഞ്ഞ് തന്നാലേ ഉള്ളൂ. അമ്മ, ഞാൻ പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. എനിക്ക് ഇതിലൊന്നും അത്ര വിശ്വാസമില്ല. വിശ്വാസമില്ലെന്നോ? മോളെ, നീ വെറുതെ ദൈവകോപം ഉണ്ടാക്കി വെക്കരുത്. അല്ലേ തന്നെ നിന്റെ കുടുംബത്തിൽ സന്താന ദോഷമുണ്ട്. നിന്റെ ചേച്ചിയെ തന്നെ നോക്ക്, വയസ്സ് 38ആയി, ഇതുവരെ കുഞ്ഞൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നാളെ ലീവ് എടുത്തോളണം. അമ്മേ, ഇനി ഞാൻ ലീവ് എടുത്ത എന്റെ ജോലി പോലും പോവും. ഒരു കുഞ്ഞിനെക്കാളും വലുതല്ലല്ലോ ജോലി, അത് പോണെങ്കിൽ പോട്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ 6 കൊല്ലമായടാ. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലും ഞാൻ ട്രൈ ചെയ്തു. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നീ ഇങ്ങനെ ഡെസ്പാവാതെ നീ എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് 4 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞായത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടടാ, അതൊക്കെ താനേ ശരിയായിക്കോളും. നിനക്കൊരു കാര്യം അറിയോ? പണ്ടൊക്കെ വല്ലപ്പോഴും ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് 2 അടിക്കുമായിരുന്നു. ഇനി ആ കാരണം കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളമോടി നിർത്തിയത്. ജങ്ക് ഫുഡ് നിർത്തി, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്നിട്ടും എടാ, നീ ഇങ്ങനെ സ്ട്രെസ് എടുക്കാതെ. ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് എടുത്താൽ തന്നെ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കുറയും. സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ നാട്ടുകാരും വീട്ടുകാരും എന്ന പ്രഷർ കാരണം തന്നെ ഒന്നും നടന്നില്ല. നീ പറഞ്ഞത് ശരിയാ. നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൽ നമ്മളെക്കാളും പ്രശ്നം നാട്ടുകാർക്കാണ്. കുറെ എണ്ണങ്ങൾക്ക് നമ്മളോട് ഇതൊന്ന് ചോദിച്ച് നമ്മളെ വേദനിപ്പിച്ച് വിട്ടാൽ തന്നെ ചെറിയൊരു സന്തോഷം കിട്ടും. എൻ്റെ കാര്യം പോട്ടേന്ന് വെക്കാം. പക്ഷെ അവള് പാവോടാ. ഒരു ദിവസം ഡേറ്റ് ഒന്ന് മാറിയാ പ്രഗ്നൻസി കിറ്റ് കൊടുത്ത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കും. അത് കാണുമ്പോഴാ നമുക്ക് വിഷമം വരുന്നത്. ആ, ഇങ്ങനെ എപ്പോഴും എല്ലാവരും കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്നാ മതിയോ? സ്വന്തമായിട്ടൊരു കുഞ്ഞൊക്കെ വേണ്ടേ? ഇപ്പൊ തന്നെ ഏകദേശം 6 കൊല്ലം ആയില്ലേ? ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ചോ? ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ പലർക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് എന്റെ മക്കൾക്ക് 2 ഉടനെയായി. പിന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർ പതുക്കെ മതിയെന്ന് പറഞ്ഞ് വെച്ചങ്ങ് നീട്ടും. അവസാനം വേണം തോന്നുമ്പോഴോ കിട്ടത്തുമില്ല. അല്ല, നിന്റെ കാര്യം അങ്ങനെ വല്ലതാണോ? ഫംഗ്ഷൻ തുടങ്ങാൻ പോണേ, എല്ലാവരും താഴോട്ട് വാ. മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഒന്നാമത് കുഞ്ഞിന്റെ പേരെഴുത്തൊക്കെ നടക്കുകയല്ലേ. കുഞ്ഞില്ലാത്ത നീ ഇങ്ങനെ മംഗളകാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോ അവർക്ക് ഇഷ്ടാവില്ല. നമ്മളായിട്ട് അറിഞ്ഞു മാറുന്ന പ്രശ്നം തീർന്നല്ലോ. ചേച്ചി, നമ്മുടെ വിദ്യയുടെ മോനില്ലേ, ജയറാമിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ അവനും 2ാമത്തെ കൊച്ചായി. ആ, അവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇനി എനിക്ക് എന്നാണോ ഒരു പേരക്കുട്ടിയെ കളിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ചേച്ചി, ഞാൻ പറയുന്നുണ്ട്, തെറ്റായിട്ടൊന്നും വിചാരിക്കല്ലേ. ചാന്ദ്രിയുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. അവളുടെ ചേച്ചിക്ക്, മറ്റേ പ്രദീപിന്, അവർക്ക് ആർക്കും ഇതൊരു കുഞ്ഞായിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ തലമുറ ഇതോടെ നശിക്കാതിരിക്കണമെങ്കിലേ ചേച്ചിക്ക് വേണേ ഒരു കാര്യം ചെയ്യാം. ജയറാമിനെ വേറെ നല്ലൊരു ആലോചന നോക്ക്. അവനല്ലേലും 35 വയസ്സല്ലേ ആയുള്ളൂ. നീ എന്തൊക്കെയാടി പറയുന്നേ? ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. എന്റെ കഷ്ടകാലത്തിന് എനിക്ക് കിട്ടിയ മരുമോൾ ഒരു മച്ചിയായിപ്പോയി. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? മച്ചിന്നല്ലേ? നാട്ടുകാർ പറയുന്നത് പോട്ടെ, സ്വന്തം മരുമകളെ കുറിച്ച് ഇങ്ങനെ പറയാം അമ്മയ്ക്ക് നാണമില്ലേ? അമ്മ, നിങ്ങൾ എണീക്കണം. അവരൊരു കോപ്പിലെ ഐഡിയ. ഇനി എന്റെ വീട്ടിന്റെ പരിസരത്ത് നിങ്ങളെ ഞാൻ കണ്ട എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയും. നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ഒരു വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ഒന്നും വേണ്ട. നിങ്ങളുടെ മോക്കാണ് കുഞ്ഞില്ലായിരുന്നെങ്കിലോ നിങ്ങൾ അവരെ ഭർത്താവിനെ വിളിച്ച് പറയുമായിരുന്ന അവളെ കളഞ്ഞിട്ട് വേറെ കെട്ടാൻ? ആൾക്കാരായ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. അതങ്ങനെ ഒരുത്തന്റെ ദുഃഖം കണ്ട പിന്നെ എല്ലാരും കൂടെ അതങ്ങ് ആഘോഷിക്കുകയാണല്ലോ.
ഇനി എല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പം എനിക്കാണ്. ഇത്രയും കാലം ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നത് ഞാനാ. ഇനി ഇതിന്റെ പേരിൽ എൻ്റെ ഭാര്യ ആരെങ്കിലും വേദനിപ്പിച്ച എടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഡോക്ടർ എല്ലാം പറഞ്ഞതല്ലേ? സ്പേം അനാലിസിസ് റിപ്പോർട്ട് നോക്കിയതിൽ ജയറാം പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ബട്ട് ചാന്ദിക്ക് ഫാലോപ്പിയൻ ട്യൂബിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട്. ആൻഡ് മോർ ഓവർ പീരിയഡ്സും ഇറഗുലർ ആയതുകൊണ്ട് കൺസീവ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, അപ്പം ഞങ്ങൾക്കിനി കുട്ടികളുണ്ടാവില്ലെന്നാണോ പറയുന്നത്? ഇല്ല, അങ്ങനെയല്ല. ഇപ്പം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് യു സ്റ്റിൽ ഹാവ് ഹോപ്പ്. നിങ്ങൾ എന്തിനാ അവരുടെ അടുത്ത് കള്ളം പറഞ്ഞ്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കണമായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നാളെ ഇനി അവർ നിന്നെ കുത്തി നോക്കാൻ വരില്ല. പിന്നെ എന്റെ കാര്യം, എന്നോട് ചോദിക്കാൻ വരുന്നവരോട് നല്ല മറുപടി കൊടുക്കാൻ എനിക്കറിയാം. എടി, ഡോക്ടർ എന്താ പറഞ്ഞ? നിനക്ക് ഇനിയും കൺസീവ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ? നമുക്ക് ട്രൈ ചെയ്യാം. അല്ലാതെ വെറുതെ എല്ലാ ദിവസവും ഇങ്ങനെ വിഷമിച്ചും കരഞ്ഞു വിടുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി വേഴ്സ്റ്റ് കേസിൽ നമുക്ക് കുട്ടികളുണ്ടായില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് നമ്മൾ പോരേടി. ഈ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ. ഇനി അതുമല്ല, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് നിർബന്ധമാണേ. ഈ ലോകത്ത് ഒരച്ഛൻ്റെ അമ്മയിലെ സ്നേഹം ഒതുക്കുന്ന എത്രയോ കുട്ടികളുണ്ടടി. നമുക്ക് അവരിൽ ഒരാളെ അഡോപ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഹലോ, വീട്ടിലേക്ക് വേഗം വാ. നമുക്ക് ഡോക്ടറെ കാണാൻ പോണം. എന്തു പറ്റി പെട്ടെന്ന്? നെക്സ്റ്റ് വീക്ക് അല്ലേ അപ്പോയിൻമെന്റ്? ട്രീറ്റ്മെന്റിനല്ല, നമ്മുടെ ജൂനിയറിന്റെ സുഖാണോന്ന് അറിയാനാ. സത്യം? നമ്മുടെ നാട്ടിൽ ഒരു ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാവാൻ അല്പം വൈകിയ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായില്ലെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഒരു സ്ത്രീ അമ്മയായില്ലെങ്കിൽ അതെന്തോ വലിയ പാപമാണെന്ന് കരുതുന്നു. എന്തിന്? അവരെ മംഗളകർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നവർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. വന്ധ്യതയ്ക്ക് സ്ത്രീയും പുരുഷനും ഒരുപോലെ കാരണക്കാരാകാമെന്നിരുന്നിട്ടും പലപ്പോഴും കുടുംബത്തിന്റെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത്തരം ദമ്പതികളോട് ഒരു അല്പം പോലും മനുഷ്യത്വമില്ലാതെ അവരെ ഡിവേഴ്സിനും പുനർവിവാഹത്തിനും വരെ പ്രേരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത്? ഇത്തരം ദമ്പതികളോട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മവിശ്വാസം നൽകിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ നിങ്ങളുടെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ദമ്പതികളോട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും തരുന്ന പ്രഷർ തലയിലേക്ക് കയറ്റാതിരിക്കുക. മറിച്ച് നിങ്ങൾ ഈ സമയം കൂടുതൽ സ്നേഹിക്കുക, പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇമോഷണലി പരസ്പരം സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ചുറുചുറുപ്പുള്ള ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നു. താങ്ക് യു. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കുട്ടികളില്ലാത്ത ദമ്പതികളെ കുത്തി നോവിക്കുന്ന ഈ സമൂഹത്തിന്റെ ചിന്താഗതി ഇനിയെങ്കിലും മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന